നമസ്കാരം. ശ്രീ വി കെ പ്രകാശ് സംവിധാനം ചെയ്ത പാലും പഴവും ഇന്നലെ റിലീസായിട്ടുണ്ട്. ഇന്നലെ രാത്രി ഒരു 10:20 ഷോയ്ക്കാണ് പോകാൻ പറ്റിയത്. പക്ഷേ ആ സമയത്ത് പോലും ഒരു 80% സീറ്റ്സ് ഫിൽഡ് ആയിരുന്നു. ഫാമിലി ഓഡിയൻസ് ആയിരുന്നു ചുറ്റും ഉണ്ടായിരുന്നത്. ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുള്ളത്, ആദ്യത്തെ ഷോ അല്ലെങ്കിൽ ആദ്യത്തെ ദിവസത്തെ ഷോസ് ഓഡിയൻസ് അത്രയും ഫിൽഡ് ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൊതുവേ സിനിമ നന്നായി വിജയിക്കാറുണ്ട്. അതെനിക്ക് അത്ഭുതം തോന്നുന്നത് ആളുകൾ ഇത് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് എന്നുള്ളതാണ്. പലപ്പോഴും ഞാൻ മിക്കവാറും ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ അല്ലെങ്കിൽ ആ ദിവസം മിക്കവാറും നല്ല സിനിമ എന്ന് തോന്നുന്ന സിനിമകൾ കാണാൻ പോകാറുണ്ട്. പക്ഷേ അപ്പോൾ ചില സിനിമകൾക്ക് ഓഡിയൻസ് തീരെ ഉണ്ടാവാറില്ല. പക്ഷേ എനിക്ക് അത്ഭുതം തോന്നാറുണ്ട് ആളുകൾ എങ്ങനെയാണ് ഇത് ഐഡൻറ്റിഫൈ ചെയ്യണത്. അത് ഈ സിനിമ വിജയിക്കും, അതിന് ഈ സിനിമ കാണാനുള്ളതുണ്ട് എന്നുള്ളത് ആളുകൾ എങ്ങനെ തിരിച്ചറിയണം എന്നുള്ളത് തന്നെ എപ്പോഴും അത്ഭുതപ്പെടുത്താറുണ്ട്. കാരണം ഇതിൻ്റെ ട്രെയിലർ കണ്ടപ്പോൾ അത്രയൊന്നും താല്പര്യം തോന്നിയിരുന്നില്ല. ഒരു പുതിയ ആക്ടർ, പുതിയതല്ല, അദ്ദേഹം മുമ്പ് ആക്ട് ചെയ്തിട്ടുണ്ട്, അത് മീര ജാസ്മിനൊപ്പം അഭിനയിക്കുന്നു. ഈ ഒരു സിനിമ കാണാനുള്ളൊരു പ്രലോഭനമൊന്നും ട്രെയിലർ കണ്ടപ്പോൾ ഉണ്ടായിരുന്നില്ല. പക്ഷേ VKPയുടെ സിനിമ എന്ന് പറയുമ്പോൾ ഇതുവരെയുള്ള അനുഭവം വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ പുതിയത് ഉണ്ടാവും എന്നുള്ളൊരു ഉറപ്പുണ്ട്. അങ്ങനെയാണ് സിനിമ കാണാൻ പോയത്. പിന്നെ മീര ജാസ്മിൻ അഭിനയിക്കുന്നു. ഇത്തരം ഒരു പ്രമേയം VKP മുൻപും ചെയ്തിട്ടുണ്ട്. അതായത് ഇളം പ്രായമുള്ളൊരു ആൺകുട്ടിയും കുറച്ചും കൂടി മുതിർന്നൊരു പെൺകുട്ടി, ഒരു സ്ത്രീ ആയിട്ടുള്ള ഒരു അഫെയർ മുൻപ് അദ്ദേഹത്തിൻ്റെ 2000 തുടക്കത്തിൽ ഫ്രീക്കി ചക്ര എന്ന് പറഞ്ഞിട്ടുള്ളൊരു സിനിമ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വളരെ രസകരമാണ്. അതിപ്പോൾ കാണുമ്പോഴും ഇപ്പോഴും അതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ വളരെ റീഫ്രഷിംഗ് ആയിട്ട് തോന്നുന്നുണ്ട്. അതിൻ്റെ മ്യൂസിക്കും നമ്മുടെ ജി വേണുഗോപാൽ അദ്ദേഹം പാടിയൊരു ഹിന്ദി സോങ് ഒക്കെ ഉണ്ട് അതിൻ്റെ അകത്ത്. അത് ഇപ്പോഴും ഓർക്കുമ്പോൾ അതിനൊരു റീഫ്രഷിംഗ് സ്വഭാവമുണ്ട്. ആ സിനിമ എവിടെയെങ്കിലും കാണാൻ കിട്ടുകയാണെങ്കിൽ കാണണം കേട്ടോ. പിന്നെ ഈ സിനിമയുടെ അട്രാക്ഷൻ തീർച്ചയായിട്ടും മീര ജാസ്മിൻ വളരെ ലവബിൾ ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. തുടക്കം തുടങ്ങി അവസാനം വരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമ്മളെ പിടിച്ചിരുത്തുന്ന വളരെ വളരെ ഹോംലി ആയിട്ടുള്ളൊരു ക്യാരക്ടറായിട്ടാണ് മീര ജാസ്മിൻ ചെയ്യുന്നത്. മീര ജാസ്മിൻ്റെ അമ്മയായിട്ട് അഭിനയിക്കുന്നത് ശാന്തി കൃഷ്ണ. അവർ മുൻപ് നിളയിൽ കണ്ടതുപോലെ ഒരു ബാക്ക് പെയിനൊക്കെ ആയിട്ട് കുറച്ച് ബെഡ് റിഡനൊക്കെ ആയിട്ടുള്ള കുറച്ച് സ്റ്റേജൊക്കെ ഉണ്ട്. ആ സമയത്ത് കുറച്ച് അറഗൻസ് ഒക്കെ കാണിക്കുമെങ്കിലും പൊതുവെ ഒരു കുസൃതിയൊക്കെ ഉള്ള ഒരു കഥാപാത്രമായിട്ട് അത് പറയുമ്പോഴാണ് മിക്കവാറും ഇതിൽ ആക്ട് ചെയ്തിട്ടുള്ള ആക്ടേഴ്സൊക്കെ അവർ നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള രീതിയിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ട് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് കുറച്ചും കൂടി അപ്പീലിംഗ് ആയിട്ട് എൻ്റർടൈനിങ് ആയിട്ട് അവർ കുറച്ചും കൂടി ഇഷ്ടപ്പെടാവുന്ന രീതിയിലാണ് പ്രസൻറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളതെന്ന് തോന്നുന്നുണ്ട്. ലൈക്ക് അശോകൻ, അദ്ദേഹത്തിൻ്റെ കുറച്ച് എക്സാജറേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കുസൃതിത്തരങ്ങളും കുറച്ച് കാര്യങ്ങളൊക്കെ ഈ സിനിമയിലുണ്ട്. അതേപോലെ തന്നെ നിഷ സാരംഗ്, മണിയംപിള്ള രാജു, അദ്ദേഹത്തിൻ്റെയും ഇതുവരെ കണ്ടിട്ടുള്ള ചിലതൊക്കെ മുഷിപ്പിച്ചിട്ടുള്ളതായിട്ട് അടുത്ത കാലത്ത് മുൻപത്തേക്ക് എല്ലാം നമുക്ക് ഇഷ്ടപ്പെടുന്ന കഥാപാത്രങ്ങളായിരുന്നു. പക്ഷേ ഇതിൽ വളരെ രസമായിട്ട് പോകുന്നുണ്ട്. അവരുടെ മകനായിട്ട് അതുൽ രാംകുമാർ, അതുലിനെ നമ്മളെ ഹൃദയത്തിലും അതിനുശേഷം കൊത്ത് സിനിമയിലൊക്കെ കണ്ടുപരിച്ചുകൊണ്ട് അതുലിനെ നമുക്ക് വളരെയധികം ഇഷ്ടപ്പെടും. ടുവേർഡ്സ് എൻ്റെയൊക്കെ വളരെ ഭയങ്കര ഇംപ്രസീവായിട്ടുള്ള കഥാപാത്രത്തിന് കൊണ്ടുപോയിട്ടുണ്ട് അതുൽ. അതുപോലെ തന്നെ അശോകൻ്റെ ഒപ്പം ആ ഓഫീസിൽ ജോലി ചെയ്യുന്നതാണ് രചന നാരായണൻകുട്ടി. അവരും നല്ല രസമായിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഡോക്ടർ ഷിനു, അവരും ഒരു കോളേജിൽ ജോലി ചെയ്യുന്നു. അവരുടെ കഥാപാത്രം അവരെ ഓ ബേബിയിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അവരുടെ ആക്ടിങ് അന്നേ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അവർക്ക് പെക്യുലറായിട്ട് അവർക്ക് ചെയ്യാൻ പറ്റുന്ന ചില വേഷങ്ങൾ ഉണ്ടെന്ന് തോന്നുന്നു. അത് ഈ ഒരു സിനിമയിൽ അവർ നന്നായി ചെയ്തിട്ടുണ്ട്. ഒരു ഉദാത്തമായ സിനിമ എന്നൊന്നും അവകാശപ്പെടുന്നില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ ചുറ്റും വരുന്ന ആളുകൾ അവരിൽ കൂടുതലും ഫാമിലീസ് ആയിരുന്നു. അവർ നല്ലപോലെ ചിരിച്ച് ആസ്വദിച്ച് കൈയടിച്ചും ചിലപ്പോൾ ഒച്ച വെച്ചിട്ടൊക്കെ നമുക്ക് മനോഹരമായിരുന്നു. അങ്ങനെ ആ ഒരു ചുറ്റുവട്ടത്തിൽ സിനിമ കാണുമ്പോൾ ആളുകളെ അത്രത്തോളം ഇഷ്ടപ്പെടുത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു. സിനിമ തുടക്കത്തിൽ കുറച്ച് സ്ലോയിലാണ് ബിൽഡപ്പൊക്കെ വരുന്നതെങ്കിലും ഫസ്റ്റ് ഹാഫ് ആവുന്നതോടെ പേസ് കൂടുന്നു. സെക്കൻഡ് ഹാഫൊക്കെ വളരെ എൻ്റർടൈനിങ് ആയിട്ട് ടുവേർഡ്സ് ക്ലൈമാക്സ് വളരെ നല്ല രസമുള്ള രീതിയിൽ ഒരു ഫാമിലിക്കൊക്കെ നല്ലപോലെ ആസ്വദിക്കും. ഇപ്പോൾ അടുത്ത കാലത്തൊക്കെ വരുന്നത് വേറെ രീതിയിൽ യുവാക്കൾക്ക്, യങ്സ്റ്റേഴ്സിന് ഒക്കെ ത്രില്ലിംഗ് ആയിട്ടുള്ള ഫിലിംസ് ആയിരുന്നു. ഇങ്ങനെ എൻജോയബിൾ ആയിട്ടുള്ള ഫിലിംസ് ഒന്നും അടുത്ത് വന്നിട്ടുള്ളതായിട്ട് തോന്നുന്നില്ല. ഫാമിലീസിനൊക്കെ പറ്റിയൊരു ഫിലിമാണ്, വേറെ രീതിയിൽ വൾഗാരിറ്റി ഒന്നുമില്ല. സോ ഇറ്റ്സ് എ റിയലി എൻജോയബിൾ വാച്ചബിൾ മൂവി. വിശപ്പില്ല. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. കഴിച്ചിട്ട് എന്നോട് മിണ്ടിയാൽ മതി. അതുവരെ ഞാനും കഴിക്കില്ല. അമ്മേ, ഇത്തിരി മീൻ ചാറ്.
ആ